UDF വന്നിട്ട് കാര്യമില്ല, കട്ടുമുടിച്ച് അവർ നശിപ്പിക്കുന്നത്. ഇപ്പോൾ നല്ല ഇന്ത്യയിൽ തന്നെ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഇനി അവരുടെ കൈ കൊടുത്ത് കുളം തോണ്ടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. അപ്പോൾ മൂന്നാം പിണറായി സർക്കാർ ചെയ്ത 5 കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം, 5 നല്ല കാര്യങ്ങൾ. ഒരു പ്രകടനത്തിൽ പറഞ്ഞേക്കണമെങ്കിൽ 99% ഇപ്പം നടപ്പാക്കി വെച്ചേക്കണം. ഈ ഇലക്ഷന് മുമ്പ് എല്ലാം പ്രാവർത്തികമാക്കും. 5 നല്ല കാര്യങ്ങളൊന്നും പറയാമോ? 5 100 പറഞ്ഞുതരാം. ട്രിപ്പായി ശരിക്കും. ചേട്ടാ, മൂന്നാം പിണറായി സർക്കാർ വരുന്നതിനെ പറ്റി ചേട്ടൻ അഭിപ്രായം? വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് UDF താല്പര്യമില്ല. പിന്നുള്ളത് BJP ആണ്. BJP വരും തോന്നുന്നുണ്ടോ? അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ വരട്ടെ. മൂന്നാം പിണറായി സർക്കാർ വന്നാലേ വേറൊന്നുമില്ല, ഇപ്പം തന്നെ മുടിഞ്ഞിരിക്കുകയാണ്. ഇനി മിക്കവാറും കടലിലേക്ക് പോകും, അത്രേ ഉള്ളൂ. പിണറായി സർക്കാരിന്റെ 5 നല്ല കാര്യങ്ങൾ പറയാൻ പറഞ്ഞ എന്തൊക്കെ പറയും? ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞൊന്നുമില്ലെങ്കിലും ഉണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി. ഏതെങ്കിലും ഒരു കാര്യം പറയാൻ പറഞ്ഞു? ഒരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റും, ഇതിൻ്റെ വരാണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. അത് വന്നാൽ ഇനിയും ഈ കേരളം തന്നെ നശിക്കും. അത്ര ഒരു നിറയെ പറഞ്ഞു ഇപ്പോൾ അവരുടെ. ചേട്ടാ, മൂന്നാം പിണറായി സർക്കാർ വരുന്നതിനെ പറ്റി ചേട്ടൻ അഭിപ്രായം? വലിയ താല്പര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? നിങ്ങൾ കാണുന്നില്ലേ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. സംഭവിക്കുന്ന താല്പര്യമൊന്നുമില്ല. സർക്കാരാണെങ്കിലും 1-2 പ്രാവശ്യം വന്നെങ്കിൽ മാറാന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ UDF കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മന്ത്രിയാവാനായിട്ട് ചാൻസ് ഉള്ളതായിരിക്കും. എനിക്ക് UDF താല്പര്യമില്ല. പിന്നുള്ളത് BJP ആണ്. BJP വരും തോന്നുന്നുണ്ടോ? അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ വരട്ടെ. അവർ വരുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അങ്ങനൊന്നുമില്ല, ആര് വന്നാലും അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ 2 പേരെ കണ്ടല്ലോ, എനിക്ക് അവരൊന്നും നോക്കട്ടെ. പിണറായി സർക്കാർ ആദ്യം തുടങ്ങിയ അതുപോലെ തന്നെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. രണ്ടാമത്തെ സർക്കാർ കുറച്ച് പരാജയമായിരുന്നു. ആദ്യം പോയ പോലെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വരുന്നതിൽ ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ വളരെ മോശമായിരുന്നു. വളരെ നല്ല മോശമായിരുന്നു, ലോ ആയിരുന്നു. ഇതിന്റെ വരാണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. അത് വന്നാൽ ഇനിയും ഈ കേരളം തന്നെ നശിക്കും. അത്ര ഒരു നിറയെ പറഞ്ഞു ഇപ്പോൾ അവരുടെ. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരാണെന്നാണോ പറയുന്നത്? ആര് പറഞ്ഞ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പോലീസ് ഗുണ്ടാ പോലീസുകൾക്കുള്ള സർക്കാരാണത്. എല്ലാവരും ഇപ്പോൾ ചെയ്തേക്കണ പണി എന്താണ് കുന്നംകുളം, അതൊക്കെ എന്തെന്ന് അറിയാൻ അയാളെ തല്ലിപ്പണ്ടാണ് കിടക്കുന്നത്. ശരിക്കും ഗുണ്ടാക്റ്റീവാണ് അത് കാണിച്ചത്. ഇത്ര ഒരു അറിയാൻ വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം പിണറായിക്കാണ് 100% ഉറപ്പായിട്ട് വന്നിരിക്കും. അതിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, സാമൂഹിക സാഹചര്യം എല്ലാം ഒത്തിരിക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യത്തിൽ ചേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാം കൂടെയുള്ളത് മറ്റേ ഇപ്പം NSS ആയാലും ഈ SNDP ആയാലും ഈ പറഞ്ഞ സമുദായങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോൺഗ്രസ് തകർന്ന് തരിപ്പണോ ഇരിക്കുന്നത്. ഈ എല്ലാ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ LDF ജയിച്ചിരിക്കും. അതെൻ്റെ കാഴ്ചപ്പാട്. ഓക്കെ. അപ്പോൾ UDF വരില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്? UDF വന്നിട്ട് കാര്യമില്ല, കട്ടുമുടിച്ച് അവർ നശിപ്പിക്കുന്നത്. ഇപ്പോൾ നല്ല ഇന്ത്യയിൽ തന്നെ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഇനി അവരുടെ കൈ കൊടുത്ത് കുളം തോണ്ടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. ഓക്കെ. അപ്പോൾ എൻ്റെ അഭിപ്രായം LDF വന്നിരിക്കും. മൂന്നാം പിണറായി സർക്കാർ വന്നാലേ വേറൊന്നുമില്ല, ഇപ്പം തന്നെ മുടിഞ്ഞിരിക്കുകയാണ്. ഇനി മിക്കവാറും കടലിലേക്ക് പോകും, അത്രേ ഉള്ളൂ. കടലെടുത്ത് പോകാനുള്ള അവസരം എല്ലാം ഉണ്ടായി. ഇപ്പോൾ സർക്കാർ വേറൊന്നും പറയാനില്ല. വണ്ടിയുടെ ടാക്സ്, പെർമിറ്റ് എല്ലാം കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസ് എല്ലാത്തിൻ്റെയും ചാർജ് മാത്രം കൂടിയിട്ടില്ല. പോരാത്തതിന് കൈ കാണിക്കൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് വേറെ. മൊത്തത്തിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് നല്ല രീതിക്ക് ഉണ്ടാകാൻ പറ്റാത്തൊരവസ്ഥയാണ്. 5 രൂപ കൂടുതൽ മേടിച്ചാൽ അത് വാർത്തയാക്കും. പക്ഷെ നമ്മൾ ചെയ്യണ മറ്റുള്ള സഹായങ്ങളൊന്നും വാർത്ത ആകുകയില്ല. മൂന്നാം പിണറായി സർക്കാർ ഉറപ്പായിട്ടും വന്നിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അവർ പറഞ്ഞ എല്ലാ പ്രകടനത്തിൽ പറഞ്ഞ എല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. പിന്നല്ലാതെ. ഓക്കെ. ചേട്ടൻ അപ്പോൾ തൃപ്തനാണ്? പിന്നല്ലാതെ. അപ്പോൾ മൂന്നാം പിണറായി സർക്കാർ ചെയ്ത 5 കാര്യങ്ങളെ പറ്റിയിട്ട് പറയാം, 5 നല്ല കാര്യങ്ങൾ. ഒരു പ്രകടനത്തിൽ പറഞ്ഞേക്കണമെങ്കിൽ 99% ഇപ്പം നടപ്പാക്കി വെച്ചേക്കണം. ഈ ഇലക്ഷന് മുമ്പ് എല്ലാം പ്രാവർത്തികമാക്കും. 5 നല്ല കാര്യങ്ങളൊന്നും പറയാമോ? 5 100 പറഞ്ഞുതരാം. ട്രിപ്പായി. ശരിക്കും. സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തവണ തന്നെ ഒരു പക്ഷേ 2ാം സർക്കാർ വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മുടെ ആളുകൾക്ക് തമിഴ്നാട്ടിലെ ആളുകൾക്ക് സംഭവിക്കുന്നത് പോലെ ഒരു കിറ്റിൻ്റെ പുറകെ പോയി ആ രീതിയിലാണ് 2ാം സർക്കാർ അധികാരത്തിൽ വന്നതിന്. ഇനി 3ാം സർക്കാർ വരില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാരണം ആളുകൾക്ക് ഓൾമോസ്റ്റ് മടുത്തിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ കടം ഒത്തിരി കൂട്ടാനായിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ഗവൺമെൻറ്, ഇപ്പം നിലവിലുള്ള ഗവൺമെൻറ് ഒത്തിരി ദുർച്ചെലവുകൾ സാധ്യതയിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല സ്വജനപക്ഷപാതം,
സ്വന്തം ആളുകൾ സർക്കാർ ഉദ്യോഗങ്ങളൊക്കെ അകാരണമായിട്ട് കയറ്റിവെക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് പഴയ പോലെയല്ല, എല്ലാവരും ബോധവാന്മാരാണ്. ഈ സോഷ്യൽ മീഡിയയും എല്ലാത്തിലൂടെയും ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാം സർക്കാർ വരുന്നതിനോട് ഒരു സാധ്യതയില്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉറപ്പായിട്ട് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? അദ്ദേഹം കുറേ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ, അതുകൊണ്ടിട്ട് വരും. എന്തായാലും വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദുക്കളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഒരിക്കലുമില്ല. ശരി, ചേട്ടനെ സംബന്ധിച്ച് പിണറായി സർക്കാരിന്റെ 5 നല്ല കാര്യങ്ങൾ പറയാൻ പറഞ്ഞ എന്തൊക്കെ പറയും? 5 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞൊന്നുമില്ലെങ്കിലും ഉണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി. ഏതെങ്കിലും ഒരു കാര്യം പറയാൻ പറഞ്ഞു? ഒരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയാനുള്ളത്, എല്ലാവരും പറയണത് പെൻഷനും കാര്യങ്ങളും കൊടുക്കണമെന്നാണ്. പക്ഷെ കൃത്യമായിട്ട് എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരുണ്ട്? എൻ്റെ അമ്മ പെൻഷൻ മേടിക്കണം, എല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരപ്രദമായ സംഭവങ്ങൾ ചെയ്താൽ മാത്രമേ അവർ അവരെ കൊണ്ടുവരാം. ആദ്യ ഗവൺമെന്റ് നല്ല ഗവൺമെന്റ് തന്നെയായിരുന്നു സംഭവം. അവർ ഈ ജനങ്ങൾക്ക് വേണ്ടി കുറേ രണ്ടാമതൊന്നും സർക്കാർ ഇതിനുള്ള ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടി വിലക്കയറ്റം തിരഞ്ഞെടുക്കാൻ വേണ്ടി വിലക്കയറ്റം ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടില്ലായിരിക്കും. ഇപ്പോഴത്തെ ഓരോ സാധനങ്ങളുടെ വില അനുസരിച്ച് എൻ്റെ ഭയങ്കര വിലയാണ്. അത് ഈ വെളിച്ചെണ്ണൻ്റെ വില അല്ല, നിങ്ങൾക്കറിയാവുന്ന സംഭവങ്ങളല്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ UDF അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ ഇതിനൊക്കെ മാറ്റം സംഭവിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഈ 2 പ്രാവശ്യം അവർ അധികാരത്തിൽ വന്നതുകൊണ്ടാകാം അവരങ്ങനെ കുഴപ്പൻ സമ്പ്രദായം കാണിക്കുന്നത്. പക്ഷേ ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ UDF അധികാരത്തിൽ തീർച്ചയായിട്ടും തോന്നണ്ട. UDF അധികാരത്തിൽ തീർച്ചയായിട്ടും അധികാരത്തിൽ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ UDF അധികാരത്തിൽ വരണം. കുറേ ജനങ്ങളുടെ ഈ UDF അധികാരത്തിൽ വന്നാൽ കുറേ വികസനങ്ങൾ വരും. പക്ഷേ ഇത് വികസനങ്ങൾ മുരടിച്ച് നിൽക്കുന്ന സമ്പ്രദായമാണ്. ഈ UDFൻ്റെ അധികാരത്തിലുള്ള സംഭവങ്ങളാണ് ഈ വാട്ടർ മെട്രോ ഈ മെട്രോ ഒക്കെ വന്നേക്കുന്നത് UDFൻ്റെ തന്നെയാണ്. അല്ലാണ്ട് LDFൻ്റെ അധികാരത്തിലുള്ള ഇതൊന്നുമല്ല സംഭവം. പക്ഷേ വികസനത്തിൽ നമ്പർ 1, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റ് നമ്പർ 1 ആണെന്നൊക്കെയാണല്ലോ ഇപ്പൊ ഈ സർക്കാർ പറയുന്നത്. അത് വർത്താനം എല്ലാവർക്കും പറയാൻ പറ്റില്ല, കാഴ്ചപ്പാടാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാവുന്ന കണ്ടീഷൻ ഉണ്ടാകും. വികസനം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഏറ്റവും വലിയ. എന്നാലും സർക്കാരിനെ പിന്തുണക്കാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ല, നമ്മുടെ സർക്കാർ ശരിക്കും പറഞ്ഞാൽ ആദ്യം പിണറായി സർക്കാർ നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് നമ്മളെ ഒരു രാഷ്ട്രീയ അതീതമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് തന്നെ. അല്ലാണ്ട് വികസനങ്ങളെല്ലാം ഏത് ഗവൺമെൻറ് വന്നാലും വികസനങ്ങളൊക്കെ വരും. പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ വികസനങ്ങളാണ് വേണ്ടത്. മൂന്നാം പിണറായി സർക്കാർ വരുന്നതിനെ പറ്റി ചേട്ടൻ അഭിപ്രായം? നല്ല അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? എന്നുവെച്ചാൽ ഈ ഒന്നാമത് ഞാനൊരു ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ഒരാളാണ്. അതൊക്കെ അവർ വലിയ കുഴപ്പം കൂടാണ്ട് തന്നെ ഉണ്ട്. മറ്റേവർ കോൺഗ്രസ് കയറി കഴിഞ്ഞാൽ അതൊക്കെ വളരെ പ്രശ്നമാണ്. നമ്മൾ തന്നെ എല്ലാവരും തമ്മിൽ തല്ലും. ഓക്കെ, അപ്പോൾ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? വലിയ കുഴപ്പം കൂടാണ്ട് കിട്ടുന്നുണ്ടല്ലോ. എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്? എല്ലാ മാസം കിട്ടുന്നുണ്ട്. മാസം മറ്റും പെൻഡിങ്ങുകൾ. പിണറായി സർക്കാരിന് 5 നല്ല കാര്യങ്ങൾ കഴിഞ്ഞ തവണയിലുള്ള പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത് മതേതരത്വം. അവർ അങ്ങനെ വല്ല മതത്തിന് വല്ല എന്തില്ല, മതേതരത്വമായിട്ട് മുന്നോട്ട് പോകേണ്ടവർ. മറ്റവർ കയറി കഴിഞ്ഞാൽ അതല്ല, അവിടെ വലിയ പ്രശ്നങ്ങളാവും. പിന്നെ അവർ കയറിയാൽ തന്നെ 5 വർഷം ഇരിക്കാനായിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാനില്ല. എല്ലാ പുള്ളി അടയും, അപ്പോൾ NSSകാർ ഇടയും, പിന്നെ കത്തോലിക്ക അങ്ങനെ ഇടയും, അങ്ങനെ തമ്മിത്തല്ലി. ഇപ്പോൾ ഈ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ കാര്യം, കോർപ്പറേഷൻ മേയർ ഇരിക്കുമ്പോൾ തന്നെ ഉള്ള കാര്യം അറിയാം. കൗമൻ്റെ അവരിയ്ക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് പ്രതിപക്ഷത്തെ ആൾക്കാരല്ല, എൻ്റെ പാർട്ടിക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകണം. UDF എന്തായാലും ഗ്രൂപ്പ് വഴക്ക് കാരണം അത് തന്നെയല്ല, അവർക്ക് കേന്ദ്രത്തിലാണെങ്കിലും ഒരു നേതാവില്ല. കേരളത്തിൽ കുറേ പേരുണ്ട്, അവർ ഒരാൾ കയറി കഴിയുമ്പോൾ മറ്റാൾ മാറി വെക്കും, അങ്ങനെ ആയിട്ട് അത് തമ്മിൽ തല്ലി അങ്ങനെ പോകും. ഓക്കെ, ഇവരാകുമ്പോൾ പിന്നെ ആ പ്രശ്നമില്ല, ഒരു കെട്ടുറപ്പുണ്ട്. അത് തന്നെയല്ല, അവർക്ക് അവരാ മുഖ്യമന്ത്രി ആരായാലും, ഇപ്പോൾ പിണറായി ആരായാലും അയാൾ പറയണ പോലെ ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ നിൽക്കുകയും ചെയ്യും, കാര്യങ്ങൾക്ക് പോവുകയും ചെയ്യും. ശരി, അപ്പോൾ ചേട്ടൻ ഹാപ്പിയാണ്? ഹാപ്പിയാണ്.